ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. അതായത് ഞാൻ തിരിച്ചു പോണ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം ക്ലിപ്സും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എടുക്കുന്നതൊക്കെ ഞാൻ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ഉറക്കമായിരുന്നു, കയറി കിടന്ന്. ഞങ്ങളത് ചായ കുടിക്കാനായിട്ട് കയറി. അവരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് പോകണം. ചായ കൊള്ളാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഗൈസ്, ട്രെയിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. മൈ ആരാധനി മൈ. ഗൈസ് ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ സാൻഡിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവൾ വരട്ടെ. സാൻഡി എത്തിയിട്ടുണ്ട്. വന്നു ഫൈനലി ഞങ്ങൾ കണ്ടുമുട്ടി. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം. എനിക്ക് ട്രെയിനിലെ വ്ളോഗൊന്നും ആക്ച്വലി അത്ര എടുക്കാൻ പറ്റിയില്ല. ഇനിയുള്ള വ്ളോഗെങ്കിലും എടുക്കാൻ പറ്റട്ടെ. ട്രെയിനിൽ പറ്റിയില്ലായിരിക്കും എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഗൈസ് ട്രെയിനിൽ അധികം വ്ളോഗൊന്നും ഇല്ലാത്തത്. ഇതിൽ ഞാൻ കാണിക്കുന്നതാണ്. What do you feel? എങ്ങനെയുണ്ടായിരുന്നു? കോളേജിൽ പോകാൻ ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. ബട്ട് എന്തോ ചെയ്യാനാണ്, പോയല്ലേ പറ്റൂ. ഫ്യൂച്ചർ അതിനകത്തായിപ്പോയി. സർട്ടിഫിക്കറ്റ്. ഗൈസ് നമ്മൾ റോസ് മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. രാജമന്ത്രിയിലെ ഫേമസ് ആണ് റോസ് മിൽക്ക്. രാജമന്ത്രി വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം റോസ് മിൽക്ക്. അടിപൊളിയാണ്. ഈ ചൂടും കൂടി ആയതുകൊണ്ട് അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ബസ്സിൽ കയറി. ഇനി ഒരു 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. നല്ല ചൂടുണ്ട് ഇവിടെ. കേരളത്തിനെ കാട്ടി 2 ഇരട്ടി ചൂടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഹോസ്റ്റൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ അടുത്ത ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറി പോവുകയാണ്. ചത്തു ഞങ്ങൾ ആ കോളേജിനകത്ത് കയറിയിട്ടുണ്ട്. എന്ത് ഫീൽ ചെയ്യുന്നു സാൻഡി? എങ്ങനെയുണ്ട്? ഞങ്ങൾ ആ കോളേജിനകത്ത് കയറി ഗൈസ്. വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ അകത്ത് കയറിയപ്പം. തിരിച്ചോടാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഉൾവിളിയാണ്. ഇനിയൊരു 1.5 വർഷം ഇവിടെ തന്നെ. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്റ്റലിന്റെ ഗേറ്റ് കടക്കാൻ പോവുകയാണ്. ദൈവമേ, സെക്യൂരിറ്റി വന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി. ഇനി അങ്ങോട്ട് ഹോസ്റ്റൽ ജീവിതമാണ്. എല്ലാരും എത്തി. എല്ലാരും അല്ല, ബാക്കി എല്ലാരും എന്ത് ചെയ്യും? എല്ലാരും പഠിക്കുവാ എല്ലാരും. പെൻസിൽ കൊണ്ടൊക്കെയാണോ? ഞാൻ വേളയിൽ പഠിക്കാൻ. ഓക്കെ, നമുക്ക് ലഗേജ് എടുത്ത് നേരെ റൂമിൽ ചെന്നിട്ട് കാണാം ഗൈസ്. മോനി അനിമോനി എന്താടി എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് അപ്പുറത്തുണ്ട്. നമുക്കിതാ നേരെ റൂമിൽ പോവാം ഗൈസ്. നമ്മൾ സ്റ്റെപ്പ് കയറി പോവുകയാണ്. എടി 2-3 ആൾക്കാരുടെ വരാൻ പറയടി. പെണ്ണുങ്ങൾ എന്നെ കണ്ട ആകെ സന്തോഷമുള്ള വ്യക്തികളാന്ന് തോന്നുന്നു. കൃപാക്ക, ഞാൻ എത്തി. എല്ലാരും ഇവിടെ ഉണ്ട് ഗൈസ്. അവിടെ ആരും ഇല്ല, ഞാനേ ഉള്ളൂ. ഗൈസ് ഞാൻ ട്രാവൽ ചെയ്തത് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി. നല്ലപോലെ കിടന്നുറങ്ങി. ഇപ്പതാ എണ്ണീറ്റ് ഇങ്ങനെ
പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ട്രെയിനിലെ വീഡിയോസ് ഒന്നും അധികം അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, കാര്യം ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. ഇതൊക്കെയായിരുന്നു എൻ്റെ ട്രാവലിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.